ഇന്നലെ 109 ആയത്താണ്. അതിലടങ്ങിയ പാരായണ നിയമങ്ങളും അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ വ്യാകരണ നിയമങ്ങളുമാണ് നാം ഇവിടെ വിശദീകരിച്ചിരുന്നത്. ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധികം ആളുകളും മോഹിക്കുകയാണ്. ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങളുടെ സത്യവിശ്വാസത്തിനു ശേഷം നിങ്ങളെ അവർക്ക് വിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ. ഇന്നലെ ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, വേദക്കാരിൽ നിന്ന് അധികം ആളുകളും നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവർക്ക് അവിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ വീണ്ടും അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ മോഹിക്കുകയാണ്. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, ഹസദൻ അസൂയയാൽ എന്നർത്ഥം. ഇവിടെ ഹസദൻ, ഹസദ് എന്ന് പറഞ്ഞാൽ ഹസദൻ എന്നാണ്. ഹസദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അല്ലേ, മിൻ ശർരി മാ ഖലഖ്. അതിലും വമിൻ ശർരി നഫാസാത്ത് ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അതിന്റെ അവസാനത്തിൽ കാണാം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോഴുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട്
കാവലിന് ചോദിക്കുന്നു. ഹസദ യഹ്സുദു എന്നതിൽ നിന്നാണ് ഹസദുൻ എന്നതുണ്ടാവും. ഹസദ യഹ്സുദു. ഹസദ യഹ്സുദു ഹസദ്. ഹസദ എന്ന് പറഞ്ഞാൽ അസൂയ വെച്ചു, അസൂയപ്പെട്ടു. അത് അതിന്റെ ഇസ്മു ഫാഇൽ എങ്ങനെയാണ് വരിക? ഹസദ എന്നതിൽ നിന്നുള്ള ഇസ്മു ഫാഇൽ എങ്ങനെയാണ് വരിക? ഹസദ യഹ്സുദു, അതിൽ നിന്നുള്ള ഇസ്മു ഫാഇൽ അസൂയ വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്നത് എന്താണ്? ഹാസിദുൻ എന്നാണ് വരിക. ഹാസിദുൻ. അതിന്റെ മഫ്ഊൽ രൂപം മഹ്സൂദുൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, ഹസദൻ എന്ന് പറയുമ്പോൾ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, ഇവിടെ അഹ്ലുൽ കിതാബിൽ നിന്ന് അധികം ആളുകൾ മോഹിക്കുകയാണ്. ആ മോഹിക്കുന്നത് നിങ്ങളെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതിനുള്ള കാരണമാണ് പറഞ്ഞത് ഹസദൻ. ഇവിടെ ഹസദൻ എന്നത് എന്തായിരിക്കും? ഹസദൻ എന്നത്, ഹസദുൻ എന്നത് ഇവിടെ ഹസദൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്തായിരിക്കും അതിനുള്ള കാരണം? എന്താണ്? എന്തായിരിക്കും? ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഹസദൻ എന്നത് മഫ്ഊല് ലി അജലിഹി ആണ്. മഫ്ഊല് ലി അജലിഹി. എന്താണ് മഫ്ഊല് ലി അജലിഹി? എന്താ മഫ്ഊൽ ലി അജ്ലിഹി എന്ന് പറഞ്ഞാൽ? ഇവിടെ മഫ്ഊൽ ലി അജ്ലിഹി മൻസൂബായി മാറുന്നു. അതാണ് ഹസദൻ എന്നാവാനുള്ള കാരണം. മഫ്ഊൽ ലി അജ്ലിഹി എന്നത് അത് മൻസൂബാണ്. അതുകൊണ്ടാണ് ഹസദൻ എന്ന് പറയാനുള്ള കാരണം. മഫ്ഊൽ ലി അജ്ലിഹി എന്ന് പറഞ്ഞാൽ കാരണം വ്യക്തമാക്കുന്ന മഫ്ഊൽ. ഇവിടെ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബിൽ നിന്ന് അധികം ആളുകളും മോഹിക്കുകയാണ്. ഹസദൻ എന്നത് കാരണമാണ്. അസൂയയാൽ എന്നർത്ഥം. അസൂയയാൽ എങ്ങനെയാണ്? അപ്പോ
അതുകൊണ്ടാണത് മഫ്ഊല് ലി അജലിഹി ആയി മാറുന്നത്. മിൻ ഇൻദി അൻഫുസിഹിം, മിൻ ഹർഫ് ജറാണ്. ഇൻദി എന്ന് പറയുമ്പോൾ മിൻ ഇൻദി ഇസ്മ വർഫിയാണ്, മജ്റൂറാണ്. ഇസ്മ വർഫി മജ്റൂറാണ്, കസ്ർ കൊടുത്തുകൊണ്ട്. മിൻ ഇൻദി അൻഫുസിഹിം, അൻഫുസിഹിം അൻഫുസിഹിം എന്ന് പറഞ്ഞ നഫ്സ് എന്നതിന്റെ ബഹുവചനമാണ് അൻഫുസ്. നഫ്സ്, നഫ്സുൻ മനസ്സ് അല്ലെങ്കിൽ വ്യക്തി, ശരീരം, ഇങ്ങനെ പല അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിലായി വരും. ഇവിടെ അർത്ഥം മനസ്സ് എന്ന അർത്ഥത്തിൽ നിന്നാണ്. ഇവിടെ അൻഫുസുൻ ഇതിൽ ജമ്മാണ്, മനസ്സുകൾ. അൻഫുസുഹും അവരുടെ, അൻഫുസുഹും അവരുടെ മനസ്സുകൾ എന്ന് പറയുമ്പോൾ അൻഫുസ് മുദാഫ് ഇലൈഹി, ഹും എന്നത് മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ നഫ്സുകളുടെ അരികിൽ നിന്നാണ്. ഇൻദി അൻഫുസിഹിം, ഇൻദി എന്നതിന്റെ ഇവിടെ ഇൻദ, ഇൻദ എന്നത് മുദാഫും അൻഫുസി എന്നത് അപ്പൊ മുദാഫ് ഇലൈഹിയും ആകുന്നു. അതുകൊണ്ടാണ് അൻഫുസി എന്നത് മജ്റൂർ ആകുന്നത്. മനസ്സിലായല്ലോ? അൻഫുസി എന്നത് അൻഫുസു എന്നത് അൻഫുസുൻ എന്നത് അൻഫുസി എന്നാവാനുള്ള കാരണം അത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. അതുപോലെ ഹും എന്നത് അവരുടെ, അത് മുദാഫ് ഇലൈഹിയാണ്, ളമീറാണ്. ഹും എന്നത് മബ്നിൻ അല അസ്സുകൂനി ഫീ മഹല്ല് ജർ, അല്ലേ? അതായത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. അപ്പോ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. മിൻ വീണ്ടും ഹർഫ് ജറാണ്. മിൻ ബഅദി വീണ്ടും അത് ഹർഫ് ജറാണ്. ബഅദി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇന്നലെയും വിശദീകരിച്ചിട്ടുണ്ട്, ഇസ്മ വർഫി മജ്റൂറാണ്. മാ മിൻ ബഅദി മാ ഹർഫ് മസ്ദർ. ഹർഫ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മിൻ ബഅദി മാ തബയ്യന, തബയ്യന തബയ്യന യതബയ്യനു, തഫഅല വസനിലാണ്. ബാന, ബാനയാണ് അതിന്റെ അടിസ്ഥാനപരമായ പേര്. ബാന യബീനു, ബയാൻ, ബാന യബീൻ, ബാന യബീൻ. അതിൽ നിന്നുണ്ടാകുന്ന തഫഅല വസനിൽ ഉണ്ടാകുന്നതാണ് തബയ്യന. അതുപോലെ തബയ്യന ഫിഅല് മാദിയാണ്, മബ്നിയുൻ അലൽ ഫത്ഹ്.
ബഅദി മാ തബയ്യന എന്ന് പറയുമ്പോൾ മിൻ ബഅദി മാ തബയ്യന വ്യക്തമായതിനു ശേഷം, ലഹും അവർക്ക്, അപ്പോൾ മിൻ ബഅദി ശേഷം, മാ തബയ്യന വ്യക്തമായതിന്, അപ്പോൾ മിൻ ബഅദി മാ തബയ്യന വ്യക്തമായതിനു ശേഷം, ലഹും അവർക്ക്, ലഹും അവർക്ക്. ഇവിടെ ലാം എന്താണ്? ലഹും എന്നതിലെ ലാമ് ഹർഫ് ജറാണ്. ഹും, ഹും എന്ന് പറഞ്ഞാൽ ളമീറാണ്. ഹും ളമീറാണ്, അത് ഇസ്മു മജ്റൂറായി വരും. പക്ഷേ ളമീർ ളമീർ മബ്നി അല സുക്കൂനി ഫീ മഹല്ല് ജർ, അല്ലേ? കാരണം അത് ഇസ്മു മജ്റൂറായി വരുന്നതുകൊണ്ട്. മിൻ ബഅദി മാ തബയ്യന ലഹും, അപ്പോൾ അവർക്ക് വ്യക്തമായതിന് ശേഷം, ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ, മിൻ ബഅദി മാ തബയ്യന ലഹും അവർക്ക് വ്യക്തമായതിനു ശേഷം. എന്ത് വ്യക്തമായതിനു ശേഷമാണ്? എന്താണ് വ്യക്തമാകുന്നത്? അൽ ഹഖ്, അൽ ഹഖ്, വ്യക്തമാവുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അൽ ഹഖാണ്, യഥാർത്ഥമാണ്. അൽ ഹഖ് എന്നത് ഇവിടെ എന്തായി വരുന്നു? വ്യക്തമാവുക എന്ന പ്രവൃത്തി ചെയ്യുന്ന ഫാഇല് മർഫൂ ആകുന്നു. യഥാർത്ഥം, സത്യം, അതാണ് ഹഖ് എന്നതിന്റെ അർത്ഥം. അൽ ഹഖ്. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഫഅഫു, ഫഅഫു, ഫ എന്നാൽ, അപ്പോൾ, ഫ ഹർഫാണ്. ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ഹർഫാണ്. ഇവിടെ ഫ എന്തായിരിക്കും? എന്ത് ഹർഫായിരിക്കും? ഫഅഫു എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുക. എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുക. ഇത്തരം ഫ ഫാഉൽ ഫസീഹ എന്നാണ് പറയുക. കാര്യങ്ങളെ വ്യക്തമാക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന ഹറഫ് എന്നുള്ള നിലക്കാണത് അൽ ഫസീഹ എന്ന് പറയും. ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ
ഇത്തരം ഫ വന്നിട്ടുണ്ട്. ഫഅഫു ഫഅഫു ഇവിടെ അഫ യഅഫു യഅഫു അഫ യഅഫു അഫ മാപ്പാക്കി യഅഫു മാപ്പാക്കുന്നു. അഅഫു ഇതാണ് അംർ. ഇതിലെ ഫിഅൽ അംർ യഅഫു എന്നാണ്. അഫ യഅഫു യഅഫു. അതില് ഇത് ഒരാളോട് പറയുന്നതാണ്. ഒരുപാട് പേരോട് പറയുമ്പോൾ യഅഫു എന്നാണ്. അപ്പോ ഫ അതിലേക്ക് ചേരുമ്പോൾ ഫഅഫു എന്നായി മാറും. എന്താണ്? ഫ അതിലേക്ക് ചേരുമ്പോൾ ഫഅഫു എന്നായി മാറും. എന്നാൽ നിങ്ങൾ മാപ്പാക്കുക. വസ്ഫഹു ഫഅഫു അതിൽ നിന്നുണ്ടാകുന്ന മസ്ദറാണ് അഫ്വൻ, മാപ്പ്. അഫ യഅഫു അതിന്റെ മസ്ദറാണ് അഫ്വൻ, മാപ്പ്. ഇവിടെ വസ്ഫഹു വാവ് ഹർഫ് അത്ഫാണ്, അത്ഫിന്റെ അക്ഷരം. വസ്ഫഹു സ്വഫഹ എന്ന പേരിൽ നിന്നുണ്ടാകുന്നത്. സ്വഫഹ യസ്ഫഹു സ്വഫഹ യസ്ഫഹു സുഫ്ഹുൻ എന്നാണ് അതിന്റെ മസ്ദർ. സുഫ്ഹുൻ. സാധാരണ വിട്ടു നിൽക്കുക, പിരിയുക, തിരിഞ്ഞു കളയുക, ഇതൊക്കെയാണ് സ്വഫഹ എന്നതിന്റെ അർത്ഥം. തിരിഞ്ഞു കളയുക. അഅറള. وإن الساعة لآتية فاصفح الصفح الجميل എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഫസ്ഫഹ് അൻഹും വഖുൽ സലാമുൻ എന്നൊക്കെ അവരിന്ന് തിരിഞ്ഞു കളയുക. വഖുൽ സലാമുൻ അവരോട് സലാം പറയുക എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ. അപ്പോ സ്വഫഹ ആ അർത്ഥത്തിലാണ്. അപ്പോ അവർ എന്നാൽ നിങ്ങൾ മാപ്പ് ചെയ്യുകയും, വസ്ഫഹു ഇവിടെ അതിന്റെ അംർ വരുന്നത് ഇസ്ഫഹ് എന്നാണ്. സ്വഫഹ യസ്ഫഹു ഇസ്ഫഹ് ഇസ്ഫഹ് എന്നാണ് അതിന്റെ കൽപ്പന. മാപ്പ് നൽകുക എന്ന കൽപ്പന. അപ്പോ അത് ഒരുപാട് പേരോടാവുമ്പോൾ ഇസ്ഫഹു യസ്ഫഹൂന എന്നതിൽ നിന്ന് പറയാൻ നൂന് ഹൽഫ് ചെയ്തുകൊണ്ട്. അപ്പോ ഫഅഫു വസ്ഫഹു എന്നായി മാറും. വസ്ഫഹു നിങ്ങൾ തിരിഞ്ഞു. ഫഅഫു വസ്ഫഹു നിങ്ങൾ എന്നാൽ നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തുകൊള്ളുക. ഹത്താ ഹത്താ
ഹത്ത വരേക്കും എന്നാണ് അതിന്റെ അർത്ഥം. വരേക്ക്. അപ്പോ ഹത്ത എന്ന് പറയുമ്പോൾ അത് ഒരു ഹർഫാണ്. ആ ഹർഫ് ഗായ. വനസ്ബ്. സിസ്റ്റത്തിൽ എന്നുള്ള ശബ്ദമാണത് എന്ന് തോന്നുന്നു. ഹത്ത എന്നത് ഹർഫ് ഗായ വനസ്ബ്. ആ ശബ്ദം ഇപ്പൊ പോയില്ലല്ലേ? ഇപ്പൊ പോയല്ലോ. ഉണ്ടോ ശബ്ദം? അപ്പൊ ഹർഫ് ഗായ എന്നാണ് പറയാ. അതിനെന്താ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? ഗായത്ത് എന്ന് പറഞ്ഞാൽ അറ്റം എന്നാണ്. ഹർഫ് ഗായ, അതായത് ഇലാ അൻ, വരേക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഹർഫായതുകൊണ്ട് അതിന് ഹർഫ് ഗായ എന്ന് പറയും. അത് മാദിക്ക് മുമ്പ് വരും, മുളാരിന് മുമ്പ് വരും. എന്നാൽ മുളാരിയാണ് വരുന്നതെങ്കിൽ അതിനുശേഷമുള്ള മുളാരിനെ അത് നസ്ബ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് നസ്ബ്, ഹത്ത എന്ന ഹർഫ് ഗായ വ നസ്ബ് എന്ന് പറയും. ഇവിടെ ഹത്ത യഅ്തിയ, യഅ്തി എന്ന്, അതാ യഅ്തി വരിക, വരിക എന്നാണ്. അതാ വന്നു, യഅ്തി വരുന്നു. അതാ യഅ്തി. എന്നാൽ ഇവിടെ അത് യഅ്തി എന്നത് യഅ്തിയ. എന്താ കാരണം? അത് നസ്ബ് ചെയ്യപ്പെടുന്നു. അതാണ് ഹത്താ യഅ്തിയ, വരുന്നത് വരേക്കും. ഫഅഫു എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുക, വസ്ഫഹു നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഹത്താ യഅ്തിയ വരുന്നത് വരേക്കും, വരുന്നത് വരേക്കും. അപ്പൊ യഅ്തിയ എന്നത് ഫിഅ്ല് മുളാരി മൻസൂബാണ്. ഫിഅ്ല് മുളാരി മൻസൂബാണ്. കാരണം എന്താണ്? അതിന് മുമ്പിൽ ഹത്ത വന്നതുകൊണ്ടാണ് അത് മൻസൂബാവുന്നത്. അല്ലെങ്കിൽ യഅ്തി മർഫൂആയി പറഞ്ഞാൽ മതി. അപ്പോ പിന്നെ ഹത്താ യഅ്തി അല്ലാഹു, വരിക എന്ന പ്രവൃത്തി അത് ചെയ്യുന്നത് അല്ലാഹു. ഇസ്മുൽ ജലാല ഫാഇൽ മർഫൂആൻ. ഇസ്മുൽ ജലാല ഫാഇൽ മർഫൂആൻ. ഹത്താ യഅ്തി അല്ലാഹു, അല്ലാഹു വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ബി അംരിഹി. യഅ്തി അല്ലാഹു ബി അംരിഹി. ബി എന്ന് പറയുമ്പോൾ കൊണ്ട്, ബി കൊണ്ട്, ഹർഫ് ജർറ. അംരിഹി, ബി അംരിഹി. അമ്രുൻ കൽപ്പന, അമ്രുഹു അവന്റെ കൽപ്പന, അമ്രുഹു അവന്റെ കൽപ്പന. അതിനു മുമ്പിൽ ബി വന്നത് കൊണ്ട് ആ അമ്രു എന്നത് ബി അംരി ഹി എന്നായി മാറും. ബി അംരി ഹി. അത് ഇസ്മ മജ്റൂറായി മാറും. അംറി എന്നത് ഇസ്മ മജ്റൂറായി മാറും. അമ്രുഹു അവന്റെ കൽപ്പന. അപ്പോ ഹു എന്നുള്ള അവിടുത്തെ ളമീർ എന്താണ്? ളമീർ മബ്നിയുൻ അലൽ കസ്രി. ഇവിടെ ഹു എന്നത് ഹി. ളമീർ മബ്നിയുൻ അലൽ കസ്രി. في محل الجر مضاف إليه. إليه مضاف إليه. أيوة.
അപ്പോ ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അല്ലാഹു അവന്റെ കൽപ്പനയും കൊണ്ട് വരുന്നതുവരെ നിങ്ങൾ മാപ്പാക്കുകയും നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്ന തീർച്ചയായും, ഹർഫ് എന്താണത്? സലാം. ഹർഫ് എന്താണ്? തൗക്കീദ് അല്ലെ? ഹർഫ് തൗക്കീദ് വനസ്ബ്. ഇന്ന ഹർഫ് തൗക്കീദ് വനസ്ബാണ്. നസ്ബ് ചെയ്യുന്ന തൗക്കീദിന് വേണ്ടി, ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് ഇന്ന. ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ അതെന്തായി മാറും? ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ അത് നസ്ബ് ചെയ്യും. അപ്പൊ ഇന്നല്ലാഹ, അതുകൊണ്ടാണ് അല്ലാഹു എന്നത് ഇന്നല്ലാഹ എന്നാവാനുള്ള കാരണം. അല്ലാഹു എന്നുള്ളത് അല്ലാഹ, ഇന്ന അതിന് മുമ്പിൽ വരുമ്പോ അതിന് നസ്ബ് ചെയ്തു. അപ്പൊ അല്ലാഹു എന്നത് ഇവിടെ ലഫ്ദുൽ ജലാല അല്ലെങ്കിൽ ഇസ്മുൽ ജലാല ഇസ്മുൽ ജലാല ഇസ്മു ഇന്ന മൻസൂബ്. ഇന്നയുടെ ഇസ്മാണ്. ഇന്നയുടെ ഇസ്മായതുകൊണ്ട് അത് മൻസൂബായി. അതുകൊണ്ട് ഇന്നല്ലാഹ എന്ന് പറയുന്നു. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അലാ കുല്ലി ഷൈ, എല്ലാറ്റിനും, എല്ലാ വസ്തുക്കൾക്കും മേൽ, ഖദീറുൻ കഴിവുള്ളവനാകുന്നു. അലാ ഹർഫ് ജറ്, കുല്ലി ഇസ്മ മജ്റൂർ അല്ലേ? അലാ കുല്ലി, അലാ കുല്ലിൻ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ കുല്ലു, കുല്ലു ഷൈഇൻ അത് മുദാഫ് മുദാഫ് ഇലൈഹി ആയിട്ടാണ് വരുന്നത്. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും, എല്ലാ വസ്തുവും. അപ്പോൾ കുല്ലു എന്നത് കുല്ലിയാവാനുള്ള കാരണം അതിന് മുമ്പിൽ ഹർഫ് ജർ വന്നപ്പോൾ അലാ കുല്ലിയായി. പക്ഷെ അതേസമയം കുല്ലു എന്താണ് ഇവിടെ? മുദാഫും ഷൈഇൻ മുദാഫ് ഇലൈഹിയാണ്. അപ്പൊ കുല്ലു മുദാഫും ഷൈഇൻ മുദാഫ് ഇലൈഹിയാണ്. അപ്പോൾ ഇവിടെ കുല്ലി ഷൈഇൻ, ഷൈഇൻ എന്നത് മുദാഫ് ഇലൈഹി മജ്റൂറാണ്. ഖദീറുൻ, കഴിവുള്ളവൻ, കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണത് വരുന്നത്. ഖദീർ. അത് അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാകുന്നു. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അത്താമു അൽ ഖുദ്റ ലാ യുലാബിസു ഖുദ്റത്തുഹു അജ്സുൻ എന്നാണ്. അതായത് പൂർണ്ണമായ കഴിവ്, അതില് ലാ യുലാബിസു ഖുദ്റത്തുഹു അജ്സുൻ, ആ കഴിവിനെ ഒരു കഴിവുകേടും ബാധിക്കുകയില്ല, ആ നിലക്കുള്ള കഴിവ്. ഖദീർ എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതാണ്. ഇവിടെ ഖദീറുൻ എന്ന് പറഞ്ഞത് ഇന്നല്ലാഹ ഖദീറുൻ, തീർച്ചയായും അല്ലാഹു കഴിവുള്ളവനാകുന്നു. ഇവിടെ ഖദീർ ഇവിടെ
ഇന്നയുടെ ഖബറാണ്. ഖബർ ഇന്ന മർഫൂ. ഖദീറുൻ എന്ന് പറഞ്ഞാൽ ഖബർ ഇന്ന മർഫൂ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. വേദക്കാരിൽ നിന്ന് അധികം ആളുകളും നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങളെ അവർക്ക് അവിശ്വാസികളായി മടക്കാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് യഥാർത്ഥം വ്യക്തമായിട്ടുള്ളതിന് ശേഷം അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ, എന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരേക്കും നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തുകൊള്ളുവിൻ. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഈ ആയത്തിന്റെ ചെറിയ ഒരു വ്യാഖ്യാനമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ കാണുന്നത്. അത് ഞാൻ വായിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കുന്നതായിരിക്കും നന്നാവുക. അടുത്ത ആയത്തിന്റെ വ്യാഖ്യാനം കൂടി അതിന്റെ വ്യാകരണം കൂടി പറഞ്ഞതിനു ശേഷം ഇൻഷാ അല്ലാഹ് ആ സന്ദർഭത്തിൽ വായിക്കുന്നതാവും നന്നാവുക എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഏതാനും ചില കാര്യങ്ങളും ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം അല്പം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. യഹ്ദുർ തആല عباده المؤمنين عن سلوك طريق الكفار من أهل الكتاب ويعلمهم بعداوتهم لهم في الباطن والظاهر وما هم مشتملون عليه من الحسد للمؤمنين مع علمهم بفضلهم وفضل نبيهم ويأمر عباده المؤمنون بالصفح والعفو أو الاحتمال حتى يأتي أمر الله من النصر والفتح ويأمرهم بإقامة الصلاة وإيتاء الزكاة. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളായ അടിമകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അൻ സുലൂകി ത്വരീഖിൽ കുഫാരി മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബിൽപ്പെട്ട കുഫാറുകളായ ആളുകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച്. വയുഅല്ലിമുഹും, അവരെ അവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ബിഅദാവതിഹിം ലഹും, അവരോട് അഹ്ലുൽ കിതാബ് കാണിക്കുന്ന ശത്രുതയെക്കുറിച്ച് അവരെ അറിയിക്കുകയാണ്. ഫിൽ ബാത്തിനി വല്ലാഹിരി, അവരുടെ ഉള്ളിലും പുറത്തുമായിട്ട്, ബാഹ്യമായും ആന്തരികമായും അവർ കാണിക്കുന്ന ശത്രുതയെക്കുറിച്ച്. വമാഹും മുസ്തമിലൂന അലൈഹി മിനൽ ഹസദി ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് അവർ ഉൾക്കൊള്ളുന്ന അസൂയയെക്കുറിച്ച്. മഇൽമിഹിം ബിഫദ്ലിഹിം വഫദ്ലി നബിയിഹിം, അതോടൊപ്പം അവർക്കറിയാം അവരുടെ ശ്രേഷ്ഠത, വിശ്വാസികളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചറിയാം. അതുപോലെ തന്നെ അവരുടെ ആ വിശ്വാസികളുടെ പ്രവാചകന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അവർക്കറിയാം. അങ്ങനെയുള്ള ഈ അഹ്ലുൽ കിതാബിന്റെ വിശ്വാസികളോടുള്ള ശത്രുതയെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ
വിശ്വാസികൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് വയഅ്മുറു ഇബാദഹുൽ മുഅ്മിനീന, അവന്റെ വിശ്വാസികളായ അടിമകളോട് അവൻ കൽപ്പിക്കുന്നു ബിസ്സഫി വൽ അഫ്വി, മാപ്പ് ചെയ്യുവാനും പിന്തിരിഞ്ഞ് കളയുവാനുമൊക്കെ, ഹത്താ യഅതിയ അംറുല്ലാഹി മിനൻ നസ്രി വൽ ഫത്ഹി, അള്ളാഹുവിന്റെ കൽപ്പന, സഹായം കൊണ്ടും വിജയം കൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നത് വരേക്കും ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വിട്ടു നൽകുവാൻ, മാപ്പ് നൽകുവാൻ. അങ്ങനെ അതായത് വിശ്വാസികളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളോട് അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നമ്മുടെ ശത്രുക്കളാണ്, അവർ നമ്മെ വളരെ മോശമാക്കാൻ ശ്രമിക്കുന്നു, അവർ നമ്മെ ആക്ഷേപിക്കുന്നു, അവർ നമ്മെ സംബന്ധിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തുന്നു, അവർ വിശ്വാസികൾക്ക് മറ്റു നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവർ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ കൽപ്പന, അതായത് സഹായത്തിനും വിജയത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെതായ തീരുമാനം ഉണ്ടാകുന്നത് വരേക്കും വിശ്വാസികൾ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അതേപോലെ തിരിച്ചു ചെയ്യുകയല്ല, മറിച്ച് മാപ്പ് നൽകുകയും അവർക്ക് വിട്ടുനിൽക്കുകയും അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. അതോടൊപ്പം വയഅ്മുറുഹും ബിഇഖാമത്തി സ്വലാത്തി വഇതാഇ സക്കാത്ത്, നമ്മൾ വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക തുടങ്ങിയതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ നിലക്കുള്ള ഒരു നിലപാട് വിശ്വാസികൾ സ്വീകരിക്കണം എന്നതാണ് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ നാളത്തെ ക്ലാസ്സിൽ ഈ അടുത്ത ആയത്ത് കൂടി വിശദീകരിച്ചതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ കർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവിശ്വാസികളുടെ അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ആളുകളുടെ ഏതു നിലക്കുമുള്ള അക്രമങ്ങളും അതുപോലെ അവരുടെ ആക്ഷേപങ്ങളും ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുവാൻ വിശ്വാസികൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ബാഹ്യമായ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും സ്വന്തം വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ ബഹുമത സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സ്വന്തം വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം അന്യ മതസ്ഥരെ ഒരു നിലക്കും വെറുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യാതെ എല്ലാവർക്കും സത്യദീൻ എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം നിർവഹിക്കുകയും അതോടൊപ്പം സ്വന്തം വിശ്വാസവും ആചാരവും കാത്തുസൂക്ഷിക്കുകയും നാം ആർജിച്ചു പോന്നിട്ടുള്ള ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിക സംസ്കാരം അത് കാത്തുസൂക്ഷിക്കുവാനും അത് ജീവിതത്തിൽ നടപ്പാക്കുവാനും നാം പരിശ്രമിക്കുകയും അതിനൊക്കെയും അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളും നമ്മളെല്ലാം വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ശരിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അള്ളാഹു കാത്ത് സൂക്ഷിക്കുമാറാവട്ടെ. മറ്റുള്ളവർക്ക് പ്രയാസങ്ങളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.